മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീ ജോർജ് ജോസഫ് നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, നാടിനെ ആകെ നടുക്കിയ ഒരു ക്രൂരനാണ്. 2019 ആദ്യ കൊലപാതകം, 2025 തുടർന്നുണ്ടായ ഇരട്ട കൊലപാതകം. ഈ തരത്തിൽ നമുക്ക് ഒരു തരത്തിലും സാമൂഹ്യ ജീവിതത്തിന് ഭാഗമാക്കാൻ കഴിയില്ല എന്നുള്ളത് തെളിവുകൾ സഹിതം പുറത്തു വന്ന ഒരാൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അല്ല, ഇയാളെ ഒന്നും നമുക്ക് സമൂഹത്തില് ഇറങ്ങി നടക്കാൻ അനുവദിക്കാൻ പാടില്ലാത്ത ക്രിമിനലാണ് ഇങ്ങനെയുള്ളവര്. അപ്പൊ അയാളെ എനിക്ക് ഫൗണ്ട് ഗിൽറ്റി ആയിട്ടുണ്ട്. എന്തെങ്കിലും ജീവപര്യന്തം തടവായിരിക്കാം, ഒരു ഫസ്റ്റ് ഒഫൻഡർ എന്നുള്ള രീതിയിലായിരിക്കാം കൊടുക്കുന്നത്. പിന്നെ ആ ഓപ്പറേഷൻ രീതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ റയറസ്റ്റ് ഓഫ് റയർ കേസുകൾ തന്നെയാണ്. ക്യാപിറ്റൽ പണിഷ്മെന്റ് തൂക്കിക്കൊല്ലാൻ വിധിക്കാൻ പറ്റുന്ന ഒരു കേസ് തന്നെയായിട്ടാണ് ഞാനിത് കാണുന്നത്. അതേസമയത്ത് അടുത്ത കേസ് വരുമ്പം രണ്ടുപേരെ കൊന്ന കേസ് ഇനിയിപ്പം വരുമ്പോൾ അതിനകത്ത് പ്രീവിയസ് ആയിട്ട് നേരത്തെ ഒരു കൺവിഷനുണ്ട്, ഒരു മർഡർ ഉണ്ട്. അതുകൊണ്ട് മറ്റേ രണ്ടാമത്തെ കേസിനകത്ത് തീർച്ചയായിട്ടും അതിനകത്തൊരു ക്യാപിറ്റൽ പണിഷ്മെന്റ് തീർച്ചയായിട്ടും കിട്ടും എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ആൾക്കാരുടെ സ്കെയർ അവിടുന്ന് പല ആൾക്കാരും സാക്ഷി അല്ലെങ്കിൽ ഈ സംഭവം കണ്ട പലരും അവിടെ നാട് വിട്ട് ചെന്നൈയിലോട്ടൊക്കെ പൊക്കഴിഞ്ഞ് ഇയാളെ പേടിച്ചിട്ട് കോടതി ഇത് തീർച്ചയായിട്ടും പരിഗണിക്കണം. ഇയാളെ ഒരു നിമിഷം പോലും സമൂഹത്തിലോട്ട് ഇറങ്ങി നടക്കാൻ അനുവദിക്കാൻ പാടില്ല. അതേസമയത്ത് ജയിൽ തന്നെ ഇയാളെ മരണം വരെ ഇനി ജയിലിൽ ഇടുന്നു, അല്ലെങ്കിൽ ഇയാൾ ഇനിയും വന്നു ആൾക്കാരെ കൊല്ലും. അത് തന്നെയല്ല, ആ രണ്ട് പെൺകൊച്ചുങ്ങള് ഇപ്പോഴും ഭയപ്പെട്ട് ഇന്നലെ അവരെ ടിവിയിലൊക്കെ കാണിക്കുന്നുണ്ട്. ആ കൊച്ചുങ്ങള് അതുങ്ങളും മരണഭയത്തിലാണ് നിൽക്കുന്നത്. ആ രണ്ട് പെൺകുട്ടികളും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്. അതൊന്ന്. രണ്ടാമത്, ഇയാൾക്ക് വൈരാഗ്യമുള്ള ആൾക്കാരെ ഇയാൾ എപ്പോഴിറങ്ങിയാലും കൊല്ലുമെന്നായാലും നേരത്തെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ സമൂഹത്തിന് ആവശ്യമില്ല. അത് തീർച്ചയായിട്ടും ക്യാപിറ്റൽ പണിഷ്മെന്റ് അതിനോട് വ്യക്തിപരമായിട്ട് നമ്മളൊക്കെ എതിരാണെങ്കിലും ഇങ്ങനെയുള്ളവനെ വേറൊരു മാർഗവുമില്ല. അവന് സമൂഹത്തിൽ ഇറങ്ങിയ ആരെങ്കിലും കൊല്ലും, അല്ലെങ്കിൽ അവന് വൈരാഗ്യമുള്ളവരെ കൊല്ലും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും 16-ാം തീയതി ഒരു ജീവപര്യന്തം മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ ഫസ്റ്റ് ഒഫൻഡർ എന്ന് കണക്കാക്കി. കാരണം രണ്ടാമത്തെ കേസൊന്നും കോടതിയുടെ ശ്രദ്ധയിൽ ഇത് വരില്ല. ശ്രദ്ധയിൽ വന്നാലും ഇല്ല, അത് ട്രയൽ നടത്തി തീർത്ത് അത് ഫൗണ്ട് ഗിൽറ്റി ഉണ്ടെങ്കിൽ ആദ്യത്തെ ശിക്ഷയുടെ ആ കാഠിന്യം, ലൈഫ് ഇംപ്രൂവ്മെന്റ് ഉള്ള ആള് തന്നെയാണ് ആദ്യം ഒരു മർഡർ ചെയ്തത്. കുറ്റബോധമില്ലാതെ 2 മർഡറുകൂടെ അതുമായിട്ട് ബന്ധപ്പെട്ടവരെയാണ് ആ അമ്മയും മകനെയും കൊന്നത്. അപ്പൊ അതുകൊണ്ട് രണ്ടാമത്തെ കേസിന് ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് തന്നെ കിട്ടുമെന്ന് ഞാൻ കരുതുന്നത്. അതേ സമയത്ത് ആദ്യത്തെ കേസിന് ഒരു ലൈഫ് ഇംപ്രൂവ്മെന്റ് മാത്രമായിരിക്കാം കൊടുക്കുന്നതെന്നാണ് എന്റെ ഒരു നിഗമനം. ശരി, വളരെ നന്ദി ശ്രീ ജോർജ് ജോസഫ് പ്രതികരിച്ചതിന്.